നീ എന്താ ആലോചിക്കുന്നേ? എല്ലാ കാര്യവും കൃത്യസമയത്ത് ശരിയായില്ലേ? പിന്നെന്തിനാ ഇത്ര ടെൻഷൻ മോളെ? ഇല്ല അച്ഛമ്മ, ഞാൻ ചിന്തിക്കുന്നത് നമ്മുടെ ഒരുക്കങ്ങളെല്ലാം ശരിയാ. പക്ഷേ ഇത്തവണ തനു അവളുടെ ബോയ്ഫ്രണ്ടും വളരെ കെയർഫുൾ ആയിരിക്കില്ലേ? പിടിക്കപ്പെടാനുള്ള ഒരു കാര്യം അവര് ചെയ്യില്ല, ഉറപ്പാ. പിന്നെ മറ്റൊരു കാര്യം, ക്യാമറയുടെ മുന്നിൽ വരാതിരിക്കാൻ അവര് പരമാവധി ശ്രമിക്കും. ഇത്രയധികം സെക്യൂരിറ്റീസ് കൊണ്ട് അവരെ ഈ കോൺസേർട്ടിന് വരാതിരിക്കാനും സാധ്യതയില്ലേ? പ്രീച്ചിയും അതാണ് ഞാൻ പറഞ്ഞത്. അവളെ സഹായിക്കൂ എന്ന പേരിൽ നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്ന് അവളുടെ കോൺഫിഡൻസ് നേടിയെടുക്കണം. പിന്നെ ഈ പേരിൽ അവളുടെ രഹസ്യങ്ങൾ നമുക്ക് അറിയാൻ കഴിയും പ്രീച്ചി. എന്നുവെച്ചാ പ്രീച്ചി ചേച്ചി അവരെ സഹായിക്കുന്നതിൽ തനുവിനും അവളുടെ ബോയ് ഫ്രണ്ടിനും സംശയം ഉണ്ടാവും, ആകെ കൺഫ്യൂസ്ഡ് ആവും. പിന്നെ ചേച്ചി ചെയ്യാൻ പറയുന്ന കാര്യങ്ങളൊന്നും അവർ ചെയ്യാതെ ഇരിക്കാം. ചിലപ്പോ ആ തനു അവളുടെ ബോയ് ഫ്രണ്ടും പറയുന്ന പോലെയൊക്കെ ചേച്ചി അനുസരിക്കേണ്ടി വരുമെന്ന്. അതുകൊണ്ട് പ്രീച്ചി അവരെ സഹായിക്കുന്ന പേരിൽ എല്ലാ പ്ലാനും അറിഞ്ഞു വെച്ചിട്ട് ഞങ്ങളോട് പറയണം. അത് പറഞ്ഞു കഴിയുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ പ്ലാൻ ലാസ്റ്റ് മിനിറ്റിൽ അങ്ങ് മാറ്റും. അത്രേ ഉള്ളൂ കാര്യം. തനുവിന്റെ രഹസ്യം പുറത്തു കൊണ്ടുവരുന്നതല്ലാതെ മറ്റൊരു ടെൻഷൻ കൂടി എനിക്കുണ്ടാവും. എനിക്ക് എങ്ങനെയോ അത് തടഞ്ഞേ മതിയാകും. തനുവിനെ അദ്ദേഹം കല്യാണം കഴിക്കുമെന്ന് അനൗൺസ് ചെയ്യുന്നതിൽ നിന്നും അദ്ദേഹത്തെ എനിക്ക് തടയണം. പക്ഷെ ഈ കാര്യം എങ്ങനെ ചെയ്യും? ആലിയ, ആലിയ, ഓ ഗോഡ് തനു, എന്തിനാ ഇങ്ങനെ പേടിപ്പിക്കുന്നേ? പേടിപ്പിക്കുന്ന നീയാ? ഇത് എന്ത് കോലാ നിന്റെ? കണ്ണു കണ്ടോ? നീ എന്താ കസേരയിലിരുന്ന് ഉറങ്ങുന്നേ? ഒരു മിനിറ്റ്, നീ ഡിപ്രഷൻ കാരണം ഡ്രഗ്സ് ഉപയോഗിക്കാൻ തുടങ്ങിയോ? ഓ ഷട്ട് അപ്പ്. അത് നിന്റെ ഈ അവസ്ഥ കണ്ടിട്ടാ ഞാൻ പറയുന്നേ. നീ ഒന്ന് വ്യക്തമായിട്ട് കാര്യം പറ. നീ പോയ കാര്യം എന്തായി? ചെയ്തോ ഇല്ലയോ? ഡീറ്റെയിൽസ് കൊണ്ടുവന്നോ ഇല്ലേ? പ്ലീസ് വെയിറ്റ്. ഇതാ ഈ പേപ്പറിൽ കോൺസേർട്ടിന്റെ മുഴുവൻ ഡീറ്റെയിൽസും ആണ്. ഫാന്റാസ്റ്റിക് തനു. യുനോ, നീ എനിക്ക് വലിയ ഹെൽപ്പാ ചെയ്ത. താങ്ക് യു സോ മച്ച്. ഫ്രണ്ട്ഷിപ്പിൽ താങ്ക്സ് പറയില്ല, പക്ഷെ ഒന്നുണ്ട്, സീക്രറ്റ്സ് ഉറപ്പായും ഷെയർ ചെയ്യും. ആലി, എനിക്ക് മനസ്സിലാവാത്ത എന്താന്ന് വെച്ചാൽ നിനക്ക് ഈ കോൺസെർട്ടിൽ എന്താ ഇത്ര ഇൻട്രസ്റ്റ്? ഐ മീൻ, ഈ ഡീറ്റെയിൽസ് വെച്ച് നീ എന്ത് ചെയ്യാനാ? തനു, ഞാൻ ഈ ഡീറ്റെയിൽസ് എല്ലാം ഉപയോഗിച്ച് അഭിഷേക് പ്രേമേനോന്റെ ഭാവി തകർക്കും. ഞാൻ ഏട്ടന്റെ കോൺസേർട്ട് ഡിസ്ട്രോയ് ചെയ്യും. സ്വന്തമായി എന്തോ ആണെന്നാണ് വിചാരം. ഈ കോൺസേർട്ടിലൂടെ കംബാക്ക് നടത്തുവല്ലേ? എല്ലാം ഞാൻ നശിപ്പിച്ച് കൈ കൊടുക്കും. ആലിയ പ്ലീസ്, നീ ഇങ്ങനൊന്നും ചെയ്യരുത്. അറ്റ്ലീസ്റ്റ് ഇതൊക്കെ ഒരിക്കലും ചെയ്യരുത്. നീ പിന്നെ എപ്പോഴെങ്കിലും ചെയ്തോളൂ, പക്ഷെ ഇന്ന് ചെയ്യരുത്. ലോസ്റ്റ് ഇറ്റ്. ജയിലിൽ പോയ അന്ന് മുതലുണ്ടല്ലോ തനു, അന്ന് മുതൽ ഈ ദിവസത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുക, എപ്പോഴാ അയാളെ നശിപ്പിക്കാനുള്ള അവസരം കിട്ടുവന്ന്. എന്നിട്ടിപ്പോ നീ എന്താ പറയുന്നേ? വേറെ ദിവസം നോക്കാനോ? പിന്നെ എപ്പോഴേലും ചെയ്യാനോ? ആലിയ, ഒരു തവണ ഞാൻ പറയുന്നു കേൾക്കും. നീ പറയുന്നത് ഞാൻ എന്തിനാ കേൾക്കുന്നത്? നീയാ കേൾക്കേണ്ടത് ഞാൻ പറയുന്നത്. ഞാൻ നശിപ്പിച്ചേ അടങ്ങും. ഇറ്റ് ഡസന്റ് മാറ്റർ. എന്റെ ജോലി ഞാൻ ചെയ്തിരിക്കും. ആലിയ, അബി ഈ കോൺസേർട്ടിൽ ഞങ്ങളുടെ വിവാഹക്കാരെ അനൗൺസ് ചെയ്യാണ്. അവൻ അവന്റെ ഫാൻസിനോടൊക്കെ പ്രിയ ഞങ്ങളുടെ പ്രണയത്തിനും ഞങ്ങളുടെ കല്യാണത്തിനും ഒക്കെ എതിരാണെന്ന് പറയും. അബിയുടെ ഫാൻസ് അബിയെ പ്രൊട്ടക്ട് ചെയ്യും. പ്രിയക്കെതിരെ അവൻ സംസാരിക്കും. പ്രിയ ഞങ്ങളുടെ കല്യാണത്തിന് സമ്മതിച്ചേ പറ്റൂന്ന്. ആലിയ, ഈ കോൺസേർട്ടിൽ പ്രിയയുടെ തോൽവിയുണ്ട്. അവൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായിട്ട് പോവും. പ്ലീസ് ആലിയ, ഈ കോൺസേർട്ട് നടക്കണം. എനിക്ക് പ്രിയയുടെ തോൽവിയുമായി യാതൊരു ബന്ധവുമില്ല തനു. എനിക്ക് എന്റെ വിജയത്തെക്കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ. അതുകൊണ്ട് ഞാൻ ഈ കോൺസേർട്ട് കൊളമാക്കിയിരിക്കും. പ്ലീസ്, ഐ ബെഗ് യു, പ്ലീസ് ഈ കോൺസേർട്ട് നടക്കാൻ സമ്മതിക്ക്. നിന്റെ പ്രതികാരം എപ്പോ വേണമെങ്കിലും ചെയ്യാം, പക്ഷേ എന്റെ കല്യാണത്തിനുള്ള ശരിക്കുള്ള സമയം ഇതാണ്. അതുകൊണ്ട് ആലിയ, അബിയുടെ ഈ കോൺസേർട്ട് നടക്കേണ്ടത് ഇന്ന് അത്യാവശ്യമാണ്. ഓക്കെ ലിസൺ, ഒരു കാര്യം ചെയ്യൂ. അബി ഇത് കോൺസേർട്ടിൽ അനൗൺസ് ചെയ്തതിന് ശേഷം നീ നിനക്ക് തോന്നുന്നതൊക്കെ ചെയ്തോളൂ. ബട്ട് പ്ലീസ്, അതുവരെ നീ വെയിറ്റ് ചെയ്യൂ പ്ലീസ്. ഓക്കെ ഫൈൻ. നിന്റെ ഭാവി ഭർത്താവിനോട് ഈ അനൗൺസ്മെന്റ് പെട്ടെന്ന് നടത്താൻ പറയണം. എനിക്ക് എന്നെ അധിക നേരം നിയന്ത്രിക്കാനൊന്നും പറ്റില്ല. ആദ്യം പ്രശ്നങ്ങൾ കുറവായിരുന്നു, ഇപ്പൊ ഇത് അടുത്തടുത്ത് വന്നിരിക്കുന്നു. എന്റെ സമയം ശരിയല്ല. ഇനി എന്ത് നടക്കുമെന്ന് പോലും എനിക്കറിയില്ല. അമ്മേ, ഞാനാണ് ഏറ്റവും ആദ്യം വന്നത്. നീ മാത്രമായി പൂജ നടത്താൻ പറ്റില്ല. ബാക്കിയുള്ളവരൊക്കെ എവിടെ? അമ്മ, എല്ലാവരും വരുന്നുണ്ട്. ഇന്നത്തെ ദിവസം വളരെ വിലപ്പെട്ടതാണ്. എത്രയോ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ എല്ലാവരും ഒരുമിച്ച് പൂജ ചെയ്യുന്നത്. ആകാശനെ രാജനെ കാണുന്നില്ല. അവരൂടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായനെ. രാജേട്ടൻ മീറ്റിംഗിന് പുറത്തു പോയിരിക്കുക. ആകാശും റോണിയുണ്ടല്ലോ, അവർ രണ്ടുപേരും കോൺസേർട്ടിന്റെ നല്ല തിരക്കില്ല.
അച്ഛമ്മ എനിക്കും എത്രയും പെട്ടെന്ന് അവിടെ എത്തണം. വേഗം വേഗം പൂജ ചെയ്ത് കഴിഞ്ഞ് എനിക്കും ഇറങ്ങാമായിരുന്നല്ലോ. അഭി ഒന്ന് വന്നോട്ടെ, അവന് വേണ്ടിയല്ലേ നമ്മൾ ഈ പൂജയൊക്കെ നടത്തുന്നത്. നിഖിൽ, നമസ്കാരം അച്ഛമ്മേ, സുഖമാണോ? നമസ്കാരം മോനെ. നീ കൃത്യസമയത്താ വന്നത്. നമ്മോടൊപ്പം പൂജയിൽ പങ്കുചേരാൻ വരൂ. ഇന്നത്തേത് സ്പെഷ്യൽ പൂജയാണെന്ന് തോന്നുന്നു. ഫാമിലിയിൽ എല്ലാവരും ഉണ്ടല്ലോ. അതെ, ആക്ച്വലി ഇന്ന് അച്ഛമ്മ അഭിക്ക് വേണ്ടി സ്പെഷ്യൽ പൂജ നടത്തുകയാണ്, അവന്റെ കോൺസെർട്ടിന് വേണ്ടി. അതുകൊണ്ട് നീ ആദ്യം പൂജയിൽ പങ്കെടുക്കുക, എന്നിട്ട് കോൺസെർട്ടിന് അറേഞ്ച്മെന്റ് ചെയ്യാം. മനസ്സിലായില്ല. കോൺസെർട്ട്? വാട്ട് കോൺസെർട്ട്? അബിയുടെ കോൺസെർട്ട്, അല്ലാണ്ട് ആരുടെ കോൺസെർട്ട്? കോൺസെർട്ട്? വാവ്, ഞാനും ഉണ്ട് നിങ്ങളുടെ കൂടെ. അല്ല, അബി കാണാനില്ലല്ലോ. അവനും വന്നല്ലോ. ഹായ് മാം. അബി, ഹൗ ആർ യു? വെരി വെൽ. എല്ലാവരും വന്നേ, നമുക്ക് പൂജ തുടങ്ങാം. എന്റെ ഈശ്വര, നീ എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എന്നെയും എന്റെ കുടുംബത്തെയും രക്ഷിച്ചിട്ടേ ഉള്ളൂ. പിന്നെ എന്തിനാ എന്റെ മോളെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? ഇന്ന് അവളോടൊപ്പം ഉണ്ടാകണേ ഭഗവാനെ. തനുവിന്റെ കള്ളത്തരം പുറത്തു കൊണ്ടുവന്ന് എന്റെ മോളെ രക്ഷിക്കണം. അവൾ വിജയിക്കണം. മോനെ അഭി, വാ, വന്ന് പൂജയിൽ പങ്കെടുക്ക്. ഭഗവാന്റെ അനുഗ്രഹം വാങ്ങിക്കും മോനെ. അത് അച്ഛമ്മയ്ക്ക് അറിയാലോ, എനിക്ക് ഇതിലൊന്നും വിശ്വാസമില്ലെന്ന്. പക്ഷെ മോനെ, ഈ പൂജയുണ്ടല്ലോ മോനു വേണ്ടി സ്പെഷ്യലായി വെച്ചതാ. ജനിക്കാൻ പോകുന്ന കുഞ്ഞിനു വേണ്ടിയെങ്കിലും തീർച്ചയായും നീ അനുഗ്രഹം വാങ്ങിക്കണം മോനെ. അച്ഛമ്മേ, എനിക്കൊരാഗ്രഹമേ ഉള്ളൂ. തനുവിനെ എനിക്ക് കല്യാണം കഴിക്കണം. അത് ഞാൻ എന്തായാലും തീരുമാനിച്ചു കഴിഞ്ഞു. അതിപ്പോൾ എന്തൊക്കെ സംഭവിച്ചാലും ഇല്ലെങ്കിലും. എനിക്ക് ഒരു സ്വപ്നമേ ഉള്ളൂ, തനുവിന്റെ കള്ളത്തരം നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരണം. അത് കഴിഞ്ഞ് നിങ്ങൾ എന്നെ സ്വീകരിച്ചാലും ഇല്ലെങ്കിലും. പക്ഷേ എനിക്ക് ഇന്നും അത് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ ഈ വീട് എന്നേക്കുമായി ഉപേക്ഷിച്ചു പോകും. എന്റെ ഭഗവാനെ, ഇന്ന് എന്നെ ഉറപ്പായി സഹായിക്കണം. എനിക്ക് ആ ബ്ലാക്ക് മെയിലറിനെ പിടിച്ച് എന്റെ റൂട്ട് എന്നേക്കുമായിട്ട് ക്ലിയർ ചെയ്യണം. ഏയ് തനു,
ഒന്നുമില്ല. രചന കുറച്ച് ഐസ് കൊണ്ടുവാ. അബി, എന്നെ കാണാൻ എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. അമ്മേ, എല്ലാവരും വന്നു. ഇനി ആരെയാ കാത്തിരിക്കുന്നത്? വണ്ടി കയറും, നമുക്ക് പോകാം. ആദ്യം പ്രിയ ഒന്ന് വന്നോട്ടെ. അവളല്ലേ നമ്മൾ എവിടെ ഇരിക്കണമെന്നൊക്കെ തീരുമാനിക്കുന്നത്. ഇല്ലെങ്കിൽ ഈ ചെറിയ കാര്യത്തിന് വഴക്കുണ്ടാക്കി നമ്മളെ മൂഡ് ഓഫ് ആക്കും. പക്ഷെ പ്രിയ എന്താ ഇത്രയും ടൈം എടുക്കുന്നത്? അവളെ പുറത്ത് കാണുന്നില്ലല്ലോ. പിന്നെ രജനിയും കാണുന്നില്ലല്ലോ. അവളെവിടെ? രചന വരുന്നില്ല, വീട്ടിലിരിക്കുക. കുഞ്ഞിന് സുഖമില്ലല്ലോ, അതുകൊണ്ടാ. ഇത്രയ്ക്ക് ഒരുങ്ങാൻ എന്തായിരിക്കുന്ന ഈ മുഖാമ്പയ്ക്ക്? കോൺസേർട്ട് അവളുടെയാണോ അതോ എന്റെയോ? മനുഷ്യന്റെ മൂഡ് കളയാനായിട്ട് എന്റെ കോൺസേർട്ടിന് പോകാൻ വേണ്ടി ഞാൻ അവളെ വെയിറ്റ് ചെയ്യണോ? സോറി, ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. നിനക്ക് നാളെ ആന്റിയും അങ്കിളും ഒരു വണ്ടിയിൽ വന്നാ മതി. അച്ഛമ്മയും തനുവും മൈഥിലിയടുത്തേയും ആ കാറിൽ വരൂ. നിങ്ങൾ എന്റെ കൂടെ വന്നാ മതി. എന്തിന്? നിന്റെ കല്യാണം എന്ന്? ഞാനും തനുവും കൂടെ വണ്ടിയിൽ വന്നോളാം. വാ തനു. ഞാൻ ചോദിച്ചതല്ല, നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞതാ. വാട്ട് എവർ ഐ സേ ഇസ് ഫൈനൽ. വണ്ടി കയറാനാ പറഞ്ഞത്. നിനക്കെന്നെ ഫോഴ്സ് ചെയ്യാൻ കഴിയില്ല. ഓൾറൈറ്റ്. ഞാൻ നിങ്ങളുടെ ബോസാ. ഞാൻ എന്തും ചെയ്യും. നിനക്ക് എന്തും ചെയ്യാൻ കഴിയുമല്ലോ. എങ്കിൽ പോയി കോൺസർട്ടിൽ പെർഫോം ചെയ്യ്. എന്നെ എന്തിനാ വെറുതെ കൊണ്ടുപോകുന്നേ? നീ എന്തിനാ വാശി പിടിക്കണ ഈ ചെറിയ കാര്യത്തിന്? അവൾ പറയുന്ന പോലെ അനുസരിക്ക്. നല്ല കാര്യത്തിനാ പോകുന്നത്. വെറുതെ മൂഡ് ഓഫ് ആകണ്ട. അത് പിന്നെ നിങ്ങൾക്ക് എങ്ങനെ ഇത് ചെയ്യാതിരിക്കാൻ കഴിയും? ഞാൻ എത്ര കാശ് ചെലവാക്കിയിട്ടുണ്ടെന്നറിയോ? എനിക്ക് ലോസ് ഉണ്ടായാലോ? അതെ, നിനക്കിപ്പോ ലാഭം വന്നാലും നഷ്ടം വന്നാലും എനിക്കൊന്നുമില്ല. ഞാൻ വരുന്നില്ല. നിനക്ക് ചെയ്യാനുള്ളതങ്ങ് ചെയ്യ്. അബി, ഇതെന്താ കുട്ടികളെ പോലെ പെരുമാറുന്നേ? നീ ഈ കോൺസേർട്ടിന് പോയില്ലെങ്കിൽ ഈ പ്രിയ നമ്മുടെ കല്യാണത്തിനെതിരാണെന്ന് നമ്മൾ എങ്ങനെ ആ കോൺസേർട്ടിൽ പറയും? അയ്യോ, അത് ശരിയാണല്ലോ. അത് ഞാൻ അങ്ങ് മറന്നുപോയി. ഒരു കാര്യം ചെയ്യാം, ഇവളെ കുറച്ചൊന്ന് കളിപ്പിക്കാം. ഇവൾക്ക് വണ്ടിയിൽ കറങ്ങാൻ വലിയ ഇഷ്ടമല്ലേ? അപ്പൊ കുറച്ച് കറക്കാന്നേ. ഞാൻ കോൺസേർട്ടിന് പോകാൻ തയ്യാറാണ്. പക്ഷേ എനിക്കൊരു കണ്ടീഷനുണ്ട്. എന്ത് കണ്ടീഷൻ? ഞാൻ ഡ്രൈവ് ചെയ്യും. നിങ്ങൾ കാറൊന്നും ഓടിക്കണ്ട. എന്നാ പിന്നെ നീ കോൺസേർട്ടിന് ഒറ്റയ്ക്ക് പോയിക്കോ. ഞാൻ വരുന്നില്ല. ശരി, സമയം വൈകുന്നു. അതുകൊണ്ട് മാത്രം ഞാൻ എന്തിനു സമ്മതിക്കാം. വേഗം ഒന്ന് വണ്ടി കയറും. നീ എന്തും ചെയ്യുമല്ലോ അല്ലേ? അഡ്വഞ്ചറും ചെയ്യോ? അഡ്വഞ്ചർ? വണ്ടിയിലോട്ട് കയറ്, എല്ലാം മനസ്സിലാവും. താങ്ക് ഗോഡ് അബി പ്രിയോടൊപ്പം പോയത്. എനിക്ക് എങ്ങനെയെങ്കിലും നിഖിലിനെ കണ്ടേ പറ്റുള്ളൂ. എല്ലാ അറേഞ്ച്മെന്റ്സും പൂർത്തിയായില്ലേ? ഇനിയൊന്നും ബാക്കിയില്ലല്ലോ. ഡോണ്ട് വെറി പ്രണവ്, എവറിത്തിങ്സ് ഡൺ. എല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ശ്രദ്ധ പറ്റാത്ത ഒരു കോർണർ പോലും ബാക്കിയില്ല. പിന്നെ ആ ക്രൗഡിനിടയിൽ നമ്മുടെ സെക്യൂരിറ്റി ഗാർഡ്സ് ഉണ്ട്, നോർമൽ ആൾക്കാരെ പോലെ. ദാറ്റ്സ് ഗ്രേറ്റ് ആകാശ്. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും നീ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നോക്കിക്കോ, നമ്മൾ അറിയാതെ ഒരു ഈച്ച പോലും ഇവിടെ പറക്കാൻ പോകുന്നില്ല. ഞാനുദ്ദേശിച്ച് ടിക്കറ്റ് ഇല്ലാതെ ഒരാൾ പോലും ഇതിനകത്തേക്ക് വരാൻ പോകുന്നില്ല. എന്റെ റോണി, ഞങ്ങൾക്കിപ്പോൾ എല്ലാം മനസ്സിലായി കഴിഞ്ഞിരിക്കുക. വി ഗോട്ട് ദ പോയിന്റ്. സർ, പ്രിയ മാം ഇതുവരെ എത്തില്ലല്ലോ. അവർ ഇറങ്ങിയിട്ടുണ്ടാവും. ഓൺ ദ വേ ആയിരിക്കും. അവരുടൻ തന്നെ എത്തണം. ഫാൻസ് എല്ലാം വെയിറ്റിംഗിലാണ്. നിങ്ങളൊരു കാര്യം ചെയ്യും, അവർ വരുന്നത് വരെ പ്ലീസ് ഫാൻസിനെ ഒന്ന് കൺട്രോൾ ചെയ്യാം. ഷുവർ. താങ്ക് യു. പ്രണവ്, എന്ത് പറ്റി? എവറിത്തിങ്സ് ഓക്കെ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ആകാശ്, എല്ലാം ഓക്കെയാണ്. പക്ഷേ കുറച്ച് ജോലി ഇനിയും ബാക്കിയുണ്ടെന്നേ. എന്ത് ജോലി? വാ എൻ്റെ കൂടെ വേഗം. ശരി. എന്താ തനു, വല്ലപ്പോഴെങ്കിലും കൃത്യസമയത്ത് വന്നൂടെ? പാർട്ടിയിൽ ആരെങ്കിലും ക്ഷണിച്ചോ? ഇത്ര ലേറ്റായിട്ട് വരെ 1/2 മണിക്കൂറായി നിന്നെ ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കാൻ തുടങ്ങിയിട്ട്. നിഖിൽ, കമോൺ, കുറച്ച് ശാന്തനാവൂ. ആ ബ്ലാക്ക് മെയിലറുടെ കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യേ. ഇനി ഒരു തെറ്റൂടെ ഉണ്ടായാൽ അത് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ശാന്തനാണ് തനു.
നീ നെർവസ്നെസ് കൺട്രോൾ ചെയ്യ്. തെറ്റെപ്പോഴും നിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നെന്ന് നീ മറക്കണ്ട. ഐ നോ, ഞാൻ ഒരുപാട് നെർവസ് ആണ്. കുറച്ച് ഭയവും തോന്നുന്നുണ്ട് എനിക്ക്. അറിയില്ല നമ്മുടെ പ്ലാൻ വിജയിക്കോ അതോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. ഇനി പ്ലാൻ ഫ്ലോപ്പ് ആയാൽ തന്നെ ഐ ജസ്റ്റ് ഹോപ്പ് എവറിത്തിങ് ഗോസ് റൈറ്റ്. അങ്ങനെയാണെങ്കിൽ നീ ഞാൻ പറയും പോലെ ചെയ്യ്. പ്ലീസ് ബി പേഷ്യൻറ്റ്. ഞാൻ എൻ്റെ ആളുകളെ ആ ക്രൗഡിൻ്റെ ഇടയിൽ നിർത്തിയിട്ടുണ്ട്. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായാൽ അവർ നോക്കിക്കോളും. പക്ഷെ നമ്മൾ പ്രിയയുടെ ഭാഗത്തുനിന്ന് ആദ്യത്തെ ക്ലൂ കിട്ടുന്നതുവരെ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു ആക്ഷനും ഉണ്ടാവില്ല. ഇസ് ദാറ്റ് ക്ലിയർ? യെസ്, യു ആർ റൈറ്റ്. ഐ തിങ്ക് എനിക്ക് പ്രിയ വിളിച്ച് ചോദിക്കേണ്ടിയിരിക്കുന്നു. അവൾ ബ്ലാക്ക്മെയിലറെ വിളിച്ച് സംസാരിച്ചു. വീണ്ടും പഴയ കാര്യം തന്നെ. പറഞ്ഞില്ലേ, ജസ്റ്റ് ബി പേഷ്യൻറ്റ്. ആദ്യം പ്രിയ ഒന്ന് അവിടെ എത്തിക്കോട്ടെ. റൈറ്റ്. അത് അവൾ അബിയുടെ കൂടെയാണ് കോൺസേർട്ടിന് പോകുന്നത്. അബിയുടെ മുന്നിൽ വെച്ച് എന്നോട് സംസാരിക്കില്ല. ആലിയെ കുറിച്ച് ഞാൻ മറന്നുപോയി. അവളെ ഒന്ന് ശ്രദ്ധിക്കണം. ഇനി അബി അനൗൺസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവൾ കോൺസേർട്ട് കുളമാക്കിയാലോ? ഇല്ല, എനിക്ക് അവളെ ശ്രദ്ധിച്ചേ പറ്റൂ. അവൾ എവിടെയാ? ഇനി എന്താ ചിന്തിക്കുന്നേ? ഞാൻ ആലോചിച്ചത് ആലിയെ ഒന്ന് വിളിച്ചു നോക്കട്ടെ, അവൾ എവിടെ എത്തിയെന്ന്. ഓരോരുത്തർ പൂച്ച വട്ടം ചാടിയ പ്രശ്നമാണെന്ന് പറയും. പക്ഷെ ഞാൻ പൂച്ചയെ തന്നെ കൂടെ കൊണ്ട് നടക്കുക. അവളുടെ ഫോൺ എടുത്താൽ എൻ്റെ പ്ലാൻ ഒക്കെ പൊളി. എപ്പോൾ ഫോൺ എടുത്താലും അവളുടെ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. ബട്ട് ഐ കാണ്ട് അഫോർഡ് എനി മെസ് ഹിയർ. ഇനി ഞാൻ വളരെ ശ്രദ്ധയോടെ നിൽക്കണം, ഒളിച്ചു തന്നെ നിൽക്കണം. ഇൻഫാക്ട് വീട്ടിലുള്ളവരാരും എന്നെ കാണാൻ പാടില്ല. ആലിയ, അപ്പോൾ രാജേട്ടൻ്റെ സംശയം ശരിയാ. ആലി ഇവിടെ എന്തായാലും ഷോ കാണാൻ വന്നതല്ല. ഇവൾക്ക് വേറെന്തോ ഉദ്ദേശമുണ്ട്. ഒരു കാര്യം ചെയ്യാം, ചെന്ന് ചോദിച്ചു നോക്കാം ഇവളിവിടെ എന്തിനാ വന്നേ. ഹായ് ആകാശ്, വാട്ട് എ പ്ലസന്റ് സർപ്രൈസ്. സുഖമാണോ നിനക്ക്? നീ പറ, നീ ഇവിടെ എന്താ ചെയ്യുന്നത്? എനിക്കെന്തായാലും ഉറപ്പാ നീ ഇവിടെ ചേട്ടൻ്റെ ഷോ കാണാൻ വന്നതല്ല. ഫാമിലി മെമ്പേഴ്സിട്ട് ബോണ്ട് ചെയ്യാൻ നീ ഉദ്ദേശിക്കുന്നില്ല. യെസ്, യു ആർ റൈറ്റ്. ഞാനിവിടെ ആരുമായിട്ടും പേഴ്സണൽ ബോണ്ടിങ്ങിനൊന്നും വന്നതല്ല. പിന്നെ നിന്റെ വലിയേട്ടൻ്റെ കോൺസേർട്ട് അറ്റൻഡ് ചെയ്യാനും വന്നതല്ല. അതെന്താന്ന് വെച്ചാൽ ഞാനിവിടെ ഒരു പേഴ്സണൽ ആവശ്യത്തിന് വന്നതാ. പേഴ്സണൽ ആവശ്യമോ? റിയലി? ആക്ച്വലി എനിക്ക് കുറച്ച് സ്പോൺസേഴ്സിനെ കാണണമായിരുന്നു. കുറച്ച് ദിവസമായിട്ട് ഞാൻ അവരെ മീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. മീറ്റിംഗ് അറേഞ്ച് ചെയ്യാൻ ശ്രമിക്കുമായിരുന്നു, പക്ഷെ അവർക്ക് സമയം കിട്ടിയില്ല. സോ ഞാൻ വിചാരിച്ചു ഞാൻ ഇവിടെ വന്ന് കാണാന്ന്. സമയത്തിന്റെ പ്രശ്നം ഉണ്ടായില്ല. പക്ഷെ നിനക്കും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിൽ പ്രശ്നമുണ്ടെങ്കിൽ ഇഫ് യു മൈൻഡ് ഞാൻ പൊയ്ക്കോളാം, ഒരു കുഴപ്പമില്ല. നോ, ഐ മീൻ ഇറ്റ്സ് ഓക്കെ, യു ക്യാൻ സ്റ്റേ ബാക്ക്. ബട്ട് സ്റ്റേജിൽ നിന്ന് മാറി നിൽക്കണം. പിന്നെ നിന്റെ സ്പോൺസേഴ്സിൻ്റെയും മാനേജേഴ്സിൻ്റെയും കാര്യമാണെങ്കിൽ ഞാൻ ശരിയാക്കാം. അവരോട് ഞാൻ പറയാം നിന്നോട് സംസാരിക്കാൻ. താങ്ക് യു സോ മച്ച് ആകാശ്. നീ എത്ര വലിയ ഹെൽപ്പാണ് എനിക്ക് വേണ്ടി ചെയ്തതെന്ന് നിനക്ക് തന്നെ അറിയില്ല. യു നോ വാട്ട്, നീ ഒരു നല്ല വ്യക്തിയാണ്. ഞാൻ നിന്റെ ഈ സഹായം ഒരിക്കലും മറക്കില്ല. നീ എനിക്ക് വേണ്ടി ഒരു വലിയ കാര്യമാണ് ചെയ്തത്. താങ്ക് യു സോ മച്ച്. വെൽക്കം. ഇദ്ദേഹം ഇങ്ങനെയാണ് കാർ ഓടിക്കുന്നതെങ്കിൽ നാളെ കോൺസേർട്ടിനെത്തും. തനുവിനെ കൊടുക്കാനുള്ള എന്റെ പ്ലാനും ഫ്ലോപ്പായി പോകുമല്ലോ ദൈവമേ. എന്തുപറ്റി? നല്ല രസമല്ലേ? എന്തായി ചോദിക്കുന്നേ? എനിക്ക് നല്ല രസം തോന്നുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ ഫാൻസ് ഉണ്ടല്ലോ, അവർക്കിപ്പോ നിങ്ങളോട് ദേഷ്യമായിരിക്കും തോന്നുക. അവരുടെ അടുത്തേക്ക് എത്രയും പെട്ടെന്ന് എത്താൻ നോക്കാതെ ഇങ്ങനെ പതുക്കെ വണ്ടി ഓടിക്കുകയാണെങ്കിൽ നോക്കൂ, നിങ്ങളിങ്ങനെ ആമയെ പോലെ ഇഴഞ്ഞു പോകുന്നത് എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയാ? നോക്കൂ, സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്. അതിന് നിങ്ങൾ റേസിനല്ലല്ലോ കോൺസേർട്ടിനല്ലേ പോകുന്നത്. അത് ഹിറ്റ് ആവേണ്ടത് അത്യാവശ്യം. അതിനായി ഫാൻസിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടേ, അല്ലാതെ ഇങ്ങനെ ദേഷ്യം പിടിപ്പിക്കല്ല. പ്ലീസ് കുറച്ച് വേഗത്തിൽ വണ്ടി ഓടിച്ച്, ഇല്ലെങ്കിൽ അവരൊക്കെ കാത്തിരുന്ന് മുഷിഞ്ഞ് അവസാനം ഔട്ട് ഓഫ് കൺട്രോൾ ആവും. അല്ല, എന്താ നീ പറയുന്നേ? ഫാൻസ് ഔട്ട് ഓഫ് കൺട്രോൾ ആവാത്ത ഏത് കോൺസെപ്റ്റ് ആണുള്ളത്? വലിയ ആൾക്കാരുടെ ഒരു ശീലമാണ്, എവിടെ പോയാലും താമസിച്ചേ പോവൂ. അങ്ങനെ താമസിച്ചു പോയാലേ നമ്മുടെ സമയത്തിനൊരു വിലയുണ്ടാവും. ആളുകൾ ഔട്ട് ഓഫ് കൺട്രോൾ ആയിട്ട് അവിടുത്തെ സാധനങ്ങളൊക്കെ എറിഞ്ഞു പൊട്ടിച്ചാലോ? അത് വലിയ പ്രോബ്ലം. അപ്പൊ നീ അവിടെ പെട്ടെന്ന് എത്തിയേ പറ്റൂ. പൊട്ടിക്കുകയാണെങ്കിൽ ആദ്യം നിന്റെ തലയല്ലേ പൊട്ടിക്കേണ്ട. ഉത്തരവാദിത്വം നിന്റേതാണ്. എന്നെ ഇങ്ങനെ എപ്പോഴും കളിയായിക്കൊണ്ടിരുന്ന നിങ്ങൾക്ക് സമാധാനം കിട്ടുമോ? നിങ്ങളുടെ ഷോയെ കുറിച്ച് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഉത്തരവാദിത്വം വേണം. ഇത് നിങ്ങളുടെ കംബാക്ക് ഷോവാ. പിന്നെ നിന്റെ ഗോ ബാക്ക്
ഗോ ബാക്ക്. അതൊക്കെ പോട്ടെ, നമ്മൾ ലിസ്റ്റ് ചെയ്തില്ലേ ആ പാട്ടുകളിൽ കുറച്ച് പാട്ട് മാത്രമേ ഞാനിന്ന് പാടുന്നുള്ളൂ. കാര്യം എന്താണെന്നറിയോ, ഞാനിന്ന് വേറൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. ഞാൻ അറിയാത്ത എന്ത് കാര്യമാണ് നിങ്ങൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്? നിനക്ക് വലിയൊരു സർപ്രൈസ് തരാനുണ്ട്. അത് കേട്ട് കഴിഞ്ഞാലുണ്ടല്ലോ നിന്റെ ലെവൽ തന്നെ മാറിപ്പോകും. സ്റ്റേജ് ഇടിച്ചിടരുതേ. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങളുടെ ഫാൻസ് നിങ്ങളെ കളിയാക്കും. അതെ, ഷോ കഴിഞ്ഞ് മനസ്സിലാക്കിക്കോളും ആരാരെയാണ് കളിയാക്കുന്നതെന്ന്. അതൊക്കെ കാണാൻ വേണ്ടി ആദ്യം സമയത്ത് കോൺസർട്ടിന് എത്തണം. എനിക്കൊരു കാര്യം മനസ്സിലാവുന്നില്ല, നേരത്തെ ഒക്കെ നിങ്ങൾ കോൺസർട്ടിന് 1 മണിക്കൂർ മുൻപേ എത്തുമായിരുന്നല്ലോ, സ്റ്റേജ് ഫാമിലിയർ ആവാൻ വേണ്ടി എന്നൊക്കെ പറഞ്ഞ്. ഇത്ര പെട്ടെന്ന് എങ്ങനെ ചേഞ്ച് ആയേ?